ഒരുപാട് വിദ്യാർത്ഥികളുടെ വലിയൊരു ഡ്രീമാണ് യൂറോപ്പിൽ പോയിട്ട് MBBS പഠിക്കുക എന്നത്. അതിന് മേജറായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാൻഡേർഡിൽ പഠിക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഏതെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെ തന്നെ എന്ത് ചെയ്യുക, സെറ്റിൽ ആവുക എന്ന ആഗ്രഹത്തോടു കൂടിയൊക്കെ വളർന്നു വരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും. പക്ഷേങ്കിൽ ഇതിന് ശേഷം അവർ ചൂസ് ചെയ്യുന്ന രാജ്യങ്ങൾ മേ ബി ജോർജിയയോ അർമേനിയയോ അൽബേനിയയോ ഇനി ഇല്ല എങ്കിൽ സെർബിയൊക്കെ പോലുള്ള രാജ്യങ്ങളായിരിക്കും. സത്യത്തിൽ ഈ പറയുന്ന രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇനി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ പോയി പഠിച്ചു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം അറിയാണ്ട് നിങ്ങൾ യൂറോപ്പ് എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ പോയിട്ട് MBBS ഒരിക്കലും പ്ലാൻ ചെയ്യരുത്. ഫസ്റ്റ് ഓഫ് ഓൾ യൂറോപ്യൻ യൂണിയൻ രാജ്യം അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ യൂണിയൻ ആ ഒരു സംഘടനയ്ക്കുള്ളിൽ ടോട്ടലായിട്ട് 27 രാജ്യങ്ങളാണ് കറന്റ്ലി ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 27 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ 27 രാജ്യങ്ങളിൽ എവിടെ പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് ഇങ്ങോട്ടും ഒക്കെ വേറെ ലൈസൻസിങ് എക്സാം ഇല്ലാണ്ട് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നല്ല. ഇപ്പോൾ നിങ്ങൾ ഇറ്റലിയിലാണ് MBBS പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ജർമ്മനിയിൽ പോകാനായിട്ട് വേറെ ലൈസൻസിങ് എക്സാം വേണ്ട. എന്തെങ്കിലും ലാംഗ്വേജ് റിക്വയർമെന്റുകൾ ഉണ്ട് എങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്യാം, മനസ്സിലാവും. അപ്പോൾ ഈ 27 രാജ്യത്തിനകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങോട്ടും നമുക്ക് ട്രാവൽ ചെയ്യാനും എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാനുമായിട്ടൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു 27 കൺട്രിക്ക് ഉള്ളിലല്ല നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി വരുന്നത് എങ്കിൽ ഈ പറയുന്ന ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുകയില്ല. ഓക്കെ, അപ്പോൾ യൂറോപ്യൻ കോണ്ടിനെന്റിന്റെ അകത്താണ് നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നതുകൊണ്ട് ഒരിക്കലും യൂറോപ്യൻ യൂണിയനിൽ ലഭിക്കുന്ന ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ അഡീഷണൽ ബെനിഫിറ്റ് ആണ് ലഭിക്കുന്നത്? അത് കൂടാണ്ട് ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യത്ത് പോയിട്ട് MBBS പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് വരാനായിട്ട് ഏകദേശം എത്രത്തോളം ബഡ്ജറ്റ് വരും? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മേജറായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അത് കൂടാണ്ട് എങ്ങനെയാണ് വിസ പ്രൊസീജിയേഴ്സ്, വിസ കിട്ടില്ല ടഫ് ആണോ, റിജക്ഷൻസ് ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്തായാലും നോക്കുന്നുണ്ട്. സോ യൂറോപ്യൻ യൂണിയൻ രാജ്യത്തിൽ പോയിട്ട് MBBS പഠിച്ചവരുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ യാതൊരു തരത്തിലുള്ള ലൈസൻസിങ് എക്സാമുകളൊന്നും തന്നെ ഇല്ലാണ്ട് UK പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു രജിസ്റ്റേർഡ് ഡോക്ടറായിട്ട് ജൂനിയർ റെസിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഓൺലി ഫോർ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ളതാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് പ്ലാബ് എക്സാം കൊടുക്കാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരിട്ട് തന്നെ ഒരു ജൂനിയർ റെസിഡന്റ് ഡോക്ടറായിട്ട് അവിടെ പോയിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് PGക്ക് എക്സാമിനേഷൻ കൊടുത്തതിന് PGയുടെ എക്സാമിനേഷൻ പാസ്സായാൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് അവിടെ മന്ത്ലി ഇംഗ്ലീഷ് സ്റ്റൈഫൻഡ് മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, PG ചെയ്യാനായിട്ടുമുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നതാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ദെൻ ദ സെക്കൻഡ് ബെനിഫിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂറോപ്യൻ യൂണിയൻ റീജിയനകത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്നാണ് നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആ 27 രാജ്യത്തിൽ എവിടെ വേണമെങ്കിലും യാതൊരു തരത്തിലുള്ള ലൈസൻസിങ് എക്സാമിനേഷൻസും ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ്. നമുക്ക് ഓൺലി ലാംഗ്വേജ് റിക്വയർമെന്റുകൾ മാത്രം എന്ത് ചെയ്യാം, മീറ്റ് ചെയ്യാനാണ്. സപ്പോസ് നിങ്ങൾ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ ഇറ്റലിയിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് ബൾഗേറിയയിൽ വന്നിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യണമെങ്കിൽ അവിടെ എന്തെങ്കിലും ലാംഗ്വേജ് റിക്വയർമെന്റ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കുക. ഇനി ബൾഗേറിയയിൽ പഠിച്ച് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഓസ്ട്രേലിയയിൽ പോയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ലാംഗ്വേജ് റിക്വയർമെന്റ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇത് വളരെ വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങൾ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റീജിയൻസിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൺട്രീസിൽ വാലിഡ് ആയിട്ടുള്ള ഡിഗ്രി എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഡിഗ്രിയാണ്. അപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലെ ഡിഗ്രികൾ ഏകദേശം 90 പരം രാജ്യങ്ങൾ നേരിട്ട് തന്നെ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലെ ഡിഗ്രികൾ അംഗീകരിക്കുന്നുണ്ട്, മെഡിക്കൽ രംഗത്തുള്ള എസ്പെഷ്യലി MBBS PG. ഓക്കെ, സോ ഇത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ വിത്തൗട്ട് എക്സാമിനേഷൻ എലിജിബിൾ ആയിട്ടുള്ള ഡിഗ്രി എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ഡിഗ്രിയാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ഡിഗ്രിക്ക് ഇത്രയേറെ ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഇപ്പോൾ ജോർജിയയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർമേനിയയോ അൽബേനിയയോ സെർബിയയോ അല്ലെങ്കിൽ ബോസ്നിയ പോലുള്ളൊക്കെ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന ഒരു ബഡ്ജറ്റിൽ നമുക്കിവിടെ പഠിക്കൽ പോസിബിൾ അല്ല. ഓക്കെ, ദെൻ അത് കൂടാണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ റീജിയനിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നേരിട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഡയറക്റ്റ് പോയി ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് ഇന്റർവ്യൂ ഒന്നും എടുക്കാണ്ട് അഡ്മിഷൻ എടുക്കലൊന്നും പോസിബിൾ അല്ല. എല്ലാ യൂണിവേഴ്സിറ്റികളും കൃത്യമായ ഒരു പ്രോസസ്സ്, അഡ്മിഷൻ പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റീസാണ് യൂറോപ്യൻ യൂണിയനിൽ എല്ലാ കൺട്രീസിലും വരുന്നത്. എല്ലായിടത്തും നമുക്ക് ഇതർ ഇന്റർവ്യൂ അല്ലെങ്കിൽ എക്സാമിനേഷൻസോ ഒക്കെ ഉണ്ടാവും. ഇന്ന് മേജറായിട്ട് ബഡ്ജറ്റീവായിട്ട് നമുക്ക് പോയിട്ട് MBBS പഠിക്കാനായിട്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ സാധിക്കുന്ന 2 കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് either റൊമേനിയ അല്ലെങ്കിൽ ബൾഗേറിയയാണ്. ഇതിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കൺട്രി എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ബൾഗേറിയയാണ്. കാര്യം ബൾഗേറിയയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, അവർ കൃത്യമായ ഒരു എക്സാമിനേഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ അഡ്മിഷൻ എടുക്കുന്നത്. നമ്മൾ റൊമേനിയയിലോട്ട് പോകുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രേഡ് സിസ്റ്റം വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിന് മേ ബി മാർക്ക് കുറവാണെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അവസാനം റഷ് കൂടുന്ന സമയങ്ങളിൽ അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് മേ ബി
മാർക്ക് എന്താണ് വളരെ കൂടുതലുള്ള കുട്ടികൾക്ക് കിട്ടാതിരിക്കാനുള്ള സാധ്യത റൊമേനിയയിൽ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടായിട്ടുള്ള ഒരു പ്രോസസ്സും വളരെ ഈസി ആയിട്ടുള്ള വിസ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉള്ള ഒരു കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾഗേറിയയാണ്. അപ്പോൾ ബൾഗേറിയയുടെ കേസിലൂടെ നമ്മൾ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കറന്റ്ലി ബൾഗേറിയയിലുള്ള യൂണിവേഴ്സിറ്റികൾ എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 9,000 യൂറോയ്ക്ക് താഴെ ഫീസുള്ള യൂണിവേഴ്സിറ്റികൾ ഒന്നും തന്നെ നമുക്ക് അവൈലബിൾ അല്ല. അതായത് നമ്മൾ ട്യൂഷൻ ഫീസ് മാത്രം നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 54 lakhs എന്ന് വരെ നമുക്ക് ട്യൂഷൻ ഫീസ് വരുന്നുണ്ട്. ഇത് കൂടാണ്ട് മന്ത്ലി ഏകദേശം ഒരു 35,000 റേഞ്ചിൽ നമുക്ക് ലിവിംഗ് എക്സ്പെൻസ് വരും. ഞാൻ പറഞ്ഞ നമ്മുടെ ഹോസ്റ്റൽ ഫുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് ഏകദേശം മന്ത്ലി ഒരു $35,000 നമുക്ക് എന്ത് വരുന്നത് ലിവിംഗ് എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു എന്താണ് ഫീസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെം ബേസ് അടച്ച് പോകാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു അറൗണ്ട് 9 lakh ഫീസുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 4.5 lakhs എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടച്ചു പോകാൻ. നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മന്ത്ലി തന്നെ മീറ്റ് ചെയ്ത് പോകാനായിട്ടും സാധിക്കും. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്ത് ചെയ്തു, കേരളത്തിൽ നമുക്ക് ഫീസ് വരുന്ന അറൗണ്ട് 40 ലക്ഷം രൂപ ഫീസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിലുള്ള അത്രയേറെ ബഡ്ജറ്റൊക്കെ ഉള്ള ആൾക്കാരാണ് എങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് ബൾഗേറിയ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ MBBS നിങ്ങൾ നോക്കി അല്ലേ, ഇന്ത്യൻ MBBS എന്താണ് എനിക്ക് നല്ല കോളേജുകളിൽ എൻ്റെ ഒരു ബഡ്ജറ്റിന് നല്ല കോളേജസ് കിട്ടാത്തൊരു ചാൻസ് ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ 100% നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബൾഗേറിയ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ കാറ്റഗറി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്തു, നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 60 lakhs അല്ലെങ്കിൽ 65 lakhs ആണ് നിങ്ങൾക്ക് ഒരു ടോട്ടൽ ബഡ്ജറ്റുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബൾഗേറിയ പോലുള്ള ഓപ്ഷൻസ് നോക്കാം. ചെറിയ എന്തെങ്കിലുമൊക്കെ എന്താണ് ബഡ്ജറ്റിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ബൾഗേറിയ പോലുള്ള ഓപ്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ സെറ്റിൽ ആക്കാനായിട്ട് സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. കാര്യം ഇന്ത്യയിൽ നമുക്ക് ഇന്ന് കറണ്ടിൽ എന്താണ് PGക്ക് അഡ്മിഷൻ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത്രയേറെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാര്യം ഇന്ത്യയിൽ MBBS അഡ്മിഷൻ ലഭിക്കൽ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നത്. ഈവൻ കേരളത്തിൽ NRIക്കൊക്കെ കഴിഞ്ഞ വർഷം 150 മാർക്കൊക്കെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ PG എന്ന് പറയുന്നത് എന്താണ് വലിയ ടഫ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. കാര്യം അത്രയേറെ ഗ്രാജുവേറ്റ്സിൻ്റെ എണ്ണം എന്താണ് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുക. ഓരോ വർഷവും ഇന്ത്യയിൽ ഗ്രാജുവേറ്റ് ആവുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം തന്നെ ഏകദേശം എന്തുണ്ട്, ഒരു 1,00,000 മേൽ സ്റ്റുഡൻസ് ഇന്ത്യയിൽ തന്നെ ഗ്രാജുവേറ്റ് ആവുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള ഒരു ഇൻക്രീസ് ഒന്നുമില്ല, PG സീറ്റ്സിനകത്തില്ല. അപ്പോൾ PGയുടെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയും സീറ്റ്സിൻ്റെ എണ്ണം കുറയുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ PG അഡ്മിഷൻ കിട്ടുന്ന ഹൈലി കോമ്പറ്റേറ്റീവ് ആവുന്ന ഇനി സെൽഫ് ഫിനാൻസ് അല്ലെങ്കിൽ NRIയിലൊക്കെ പോകുകയാണെങ്കിൽ വളരെ ഉയർന്ന ഫീസാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ സെൽഫ് ഫൈനാൻസിങ് സെക്ടറിൽ കേരളം ഒഴികെയുള്ള സ്റ്റേറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ PGക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇയർലി ഫീസൊക്കെ 70 ലക്ഷം മുതൽ 1 കോടിയും 1,20 ലക്ഷമൊക്കെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഗവൺമെന്റ് തന്നെ ഫിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്ന കോളേജുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ബൾഗേറിയ പോലെയൊക്കെയുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്താൽ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഒരു 75 or 80 lakhs നമുക്ക് MBBS എൻ്റെ ബഡ്ജറ്റാണ് ഓർഡർ ഞാൻ പറയുന്നത്. ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫുഡ് അടക്കമുള്ള എല്ലാ ബഡ്ജറ്റ് അറൗണ്ട് ഒരു 75 to 80 lakhs നമുക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നേരിട്ട് നമുക്ക് UK പോയിട്ട് എന്ത് ചെയ്യാം, ജൂനിയർ റെസിഡന്റ് ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത് അവിടെ ജോലി ചെയ്തുകൊണ്ട് അതിനോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അവിടെ PG ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. മനസ്സിലാവും. അപ്പോൾ PG ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈഫൻഡ് കിട്ടും. സോ ആ ഒരു സ്റ്റൈഫൻഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈവൻ നിങ്ങളിപ്പോൾ സപ്പോസ് എന്തെങ്കിലും എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ UK നിങ്ങൾ PG ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിഗ്രി ഇന്ത്യ അടക്കമുള്ള ഏകദേശം 90 രാജ്യങ്ങളിൽ വാലിഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിൽ വരാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ യൂറോപ്യൻ റീജിയനിലോട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എന്തായാലും വന്നിട്ട് ബയാ മിഡിൽ ഈസ്റ്റ് എയ്തർ ദുബായ് ഓർ ഷാർജ വഴി നമുക്ക് എന്തുണ്ട് ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന കാര്യത്തിനകത്തൊന്നും എന്ത് വേണ്ട, ഒരു സ്റ്റുഡൻറ്റിനും ടെൻഷൻ അടിക്കേണ്ട കാര്യമോ ഒന്നും തന്നെ ഇല്ല. ഇനി നമ്മൾ വിസ ഡോക്യുമെന്റേഷൻ കാര്യത്തിലൂടെ വരുന്ന സമയത്ത് ഇന്നിപ്പോൾ വിസ ഡോക്യുമെന്റേഷൻ്റെ കാര്യത്തിലൂടെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഓരോ കൺട്രിയും അല്ലെങ്കിൽ എന്താണ് ആ വിസയുടെ കാര്യത്തിൽ വളരെ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന കൺട്രീസാണ്. ഇന്ന് മെയിൻലി യൂറോപ്യൻ റീജിയനിലെ MBBS പഠിക്കാനായിട്ട് വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്ന ഈ പറയുന്ന ബൾഗേറിയോ അല്ലെങ്കിൽ റൊമേനിയൊക്കെ പോലുള്ള രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, VFS വഴി അല്ലെങ്കിൽ എയ്തർ VFS ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ കൺട്രിയുടെ എംബസിയിൽ നേരിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, MBBS നമ്മുടെ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ വിസയെ സംബന്ധിച്ചിട്ട് വലിയ ടെൻഷൻ വേണ്ട, വളരെ ഈസി ആയിട്ട് വിസ കിട്ടുന്ന രാജ്യങ്ങളാണ്. ഓക്കെ, പിന്നെ നമുക്ക് വിസയുടെ ഒരു ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 20 മുതൽ 25 വർക്കിംഗ് ഡേയ്സിലൊക്കെ എന്ത് വരുന്നുണ്ട്, നമ്മുടെ വിസ വരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ MBBS അബ്രോഡ് പഠിക്കാനായിട്ട് ആയിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾ. ഇത് നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 60 lakh പ്ലസ് ഒക്കെ ഉണ്ട് ഇല്ലേ, ഒരു 50 to 60 lakhs പ്ലസ് ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ചൂസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. കാര്യം 100% നിങ്ങൾക്ക് എന്നിട്ട് പ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന കാര്യത്തിനകത്ത് ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ എവിടെയെങ്കിലും ഉറപ്പായും നല്ല മികച്ച ഓപ്ഷനിൽ തന്നെ നിങ്ങൾ സെറ്റിൽ ആവുകയും ചെയ്യും. ഓക്കെ, സോ അപ്പോൾ വിദേശ MBBS പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏത് സമയത്തും നമ്മളുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി എന്തുണ്ട്, നമ്മുടെ ബയോയിൽ Instagram ID ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, സ്ക്രീനിൽ എൻ്റെ നമ്പർ ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.